മാവിലയും ഉമിക്കരിയും കൊണ്ട് പല്ല് തേച്ചിരുന്ന നമ്മുടെ പൂർവികർക്ക് മരിക്കുവോളം തന്നെ മനോഹരങ്ങളായ പല്ലുകളുണ്ടായിരുന്നു എന്നത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ പൽപ്പൊടിയിലെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഗുണങ്ങളൊക്കെ ഒന്ന് നോക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും വേണേ. വൈറ്റമിൻ എ, ബി, സി എന്നിവയുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും കലവറയാണ് മാവില. ഈ പറയുന്ന ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളെ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ സെൽസിനൊക്കെ നാശം വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ മാത്രം കഴിവുള്ള തന്മാത്രകളാണ് ഈ ആൻറ്റി ഓക്സിഡൻസ്. മാവില പല്ലുകളുടെയും മോണകളുടെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് കൂടാതെ വായ്പുണ്ണ്, അണ്ണാക്കിലെ വ്രണങ്ങൾ ഇവയെയും സുഖപ്പെടുത്തുന്നു. പിന്നെ കൂടാതെ നല്ല വെണ്മയുള്ള പല്ല് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. പിന്നെ വായ്നാറ്റവും അകറ്റുന്നു. ഇന്നത്തെ മരുന്നാണ് കറുവാപ്പട്ട. ഇത് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മരുന്നാണ്. പല്ലിൽ കേട് വരാതിരിക്കാനും പിന്നെ പോടുകൾ വരാതെ ശ്രദ്ധിക്കാനും ഒക്കെ തന്നെ ഇത് സഹായകമാണ്. പിന്നെ വായിൽ വരുന്ന അണുബാധയ്ക്കൊക്കെ എതിരായിട്ട് ഈ കറുവാപ്പട്ട നമ്മൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മരുന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാതെ തന്നെ ഒരുവിധം പല്ലിന് വന്നേക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ പരിഹരിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ തന്നെയല്ല നമ്മളതിൽ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ ഒരു ഫലം ഇനിയും നിലനിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ശ്രദ്ധയോടുകൂടി അത് കഴുകിയെടുക്കുന്നത്. വായ്ക്കകത്തെ ദുർഗന്ധം അകറ്റുകയും പല്ലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി മരുന്നാണ് ഈ ഏലക്കായ. ഈ ഏലക്കായയിലും ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. മോണയിലെ രക്തസ്രാവം കുറയ്ക്കുകയും മോണ ആരോഗ്യമുള്ളതാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഭക്ഷണശേഷം ഒരു ഏലക്കായ എടുത്ത് വായിലിട്ടൊന്ന് കടിച്ച് ചവച്ചരയ്ക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടി ഇത്രയും ഹാർഡായിട്ടുള്ള ഓരോ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എത്രയധികം സന്തോഷമുള്ള കാര്യമാണെന്നറിയോ. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനത്തെ പ്രിഷ്യസ് ആയിട്ടുള്ള ഈ മരുന്നുകളൊക്കെ ഞങ്ങൾ ഓലപ്പായയിലിട്ടിട്ട് തണലത്തിട്ടിട്ടാണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത്. അതായത് വളരെ നേർമ സൂര്യപ്രകാശം മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നൊരു മരുന്നാണ് കറാമ്പു. ഇത് നാരുകൾ, വിറ്റാമിന്, ധാതുക്കൾ അങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ അടങ്ങിയതാണ് ഈ കറാമ്പു. ഇതിലടങ്ങിയ യൂജിനോൾ എന്ന സംയുക്തം ഒരു ആൻറ്റി ഓക്സിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മോണരോഗത്തിനെതിരായും പിന്നെ പല്ലുവേദനയ്ക്കെതിരായിട്ടും വായ്നാറ്റം അകറ്റുന്നതിനും ഒക്കെ തന്നെ ഇത് സഹായകമാണ്. ഇതാണ് നമ്മുടെ അടിപൊളി സാധനം വരുന്നത്. ഇരട്ടി മധുരം എന്ന് പറയുന്ന മരുന്നാണ്. ഇതും ഒരു അടിപൊളി പറഞ്ഞാൽ തീരാത്ത ഔഷധ ഗുണങ്ങളുള്ളൊരു അമൂല്യമായ മരുന്നാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് വായുടെയും പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിന് അത്യുത്തമമാണ്. അതുകൊണ്ടാണ് ഇത്തരം മരുന്നുകളുടെയൊക്കെ ഉപയോഗം അറിയാവുന്നവർ ഇതുപോലെ ആയുർവേദിക്കായിട്ട് ടൂത്ത് പൗഡർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കുകയോ ആണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. പൽപ്പൊടി തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻസിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് പോയിട്ട് കാണുകയും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. ഇതാ നമ്മുടെ മരുന്ന് ഒറ്റ ഒരു ദിവസത്തെ ഇളം വെയിൽ കൊണ്ടിട്ട് ഇതാ ഇത്രയും നല്ല ഉഷാറായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും 2-3 ദിവസത്തെ ലൈറ്റായിട്ടുള്ള വെയിൽ കൊള്ളിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഇരട്ടി മധുരം ഒന്ന് ചീന്തി കൊടുക്കുക കേട്ടോ. ഇത് ഭയങ്കര ഹാർഡാണ്. ഇത് കുത്തി പൊടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇരട്ടി മധുരം പൊടിയായിട്ട് കിട്ടുമെന്നൊക്കെ കേട്ടിരുന്നു കേട്ടോ. പക്ഷേ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ പൊടിയിലൊക്കെ വല്ലതും ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അടുത്ത കാലത്തായിട്ടാണ് ഞാൻ ഈ ഒരു ഇരട്ടി മധുരം എന്ന പേരുള്ള ഈ ഒരു മരുന്നിനെ പറ്റി പരിചയപ്പെട്ടത്. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അത്
ഭയങ്കര ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് വാങ്ങി പൊടിച്ച് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ ചില ചില്ലറ മരുന്നുകളൊക്കെ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഫേസ് വൈറ്റനിങ് ക്രീംസിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മുഖത്തൊക്കെ വരുന്ന ചെറിയ പാടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഇതുപോലത്തെ പൊടികളൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ മരുന്നുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉണങ്ങി കിട്ടി കേട്ടോ. ഒരു 3 ദിവസത്തെ സൺലൈറ്റ് കൊള്ളിച്ചപ്പോൾ തന്നെ വളരെ നന്നായിട്ട് ഉണങ്ങി കിട്ടി. അപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു 6 മാസത്തേക്ക് നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം. അവസാനമായിട്ട് പൂങ്കാവി എന്ന് പേരുള്ള മരുന്ന് കൂടെയാണ് ചേർക്കാനുള്ളത്. അതും ദന്താരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഏറ്റവും നല്ല ആയുർവേദിക് മരുന്നാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ ഇലയും കൂടെ പൊടിച്ച് ചേർത്തിട്ടാണ് നമ്മൾ പൽപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട്സൊക്കെ കമൻസിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.